everyone, welcome to Civil 360's Working Professional Strategy Session. So, എനിക്കറിയാം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് സെഷൻ കാണാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് സിവിൽ സർവീസ് ആസ്പിറൻസ് ഉണ്ടാവുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ സെഷനാണ് ഇന്നത്തേത്. UPSC 2027 സിവിൽ സർവീസിന് വർക്കിംഗ് പ്രൊഫഷണൽസിനുള്ള ഒരു പ്രത്യേക സ്ട്രാറ്റജിയാണ്. അപ്പോൾ മിക്ക ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആസ്പിറൻസ് പറയാറുണ്ട്, ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല മിസ്സേ, എങ്ങനെ പഠിക്കാൻ പറ്റും? ഞങ്ങൾക്ക് ഫുൾ വർക്കാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും നമുക്ക് വർക്കാണ്, പിന്നെ നൈറ്റ് കുറച്ച് സമയം കിട്ടാറുള്ളൂ, നമുക്ക് എങ്ങനെ പഠിക്കാം? അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഫേസ് ചെയ്യാറുണ്ട് കുട്ടികൾ. ആ കൺഫ്യൂഷൻസ് എല്ലാത്തിൻ്റെയും ഒരു സൊല്യൂഷനാണ് നമ്മൾ ഈ സെഷനിൽ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കണ്ട് എന്തൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും അതെല്ലാം നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു 2027 എത്രയും പെട്ടെന്ന് സിവിൽ സർവീസിൽ കയറാൻ പറ്റുക ആസ് എ വർക്കിംഗ് പ്രൊഫഷണൽ. സോ സക്സസ് ഈസ് നോട്ട് അബൌട്ട് ഹാവിങ് അൺലിമിറ്റഡ് ടൈം, it is about using limited time effectively. So how to use the time very effectively and wisely നമുക്ക് നോക്കാം. സോ റിയാലിറ്റി ചെക്കാണ്. നമുക്ക് ഒരിക്കലും ഒരു ഫുൾ ടൈം ആസ്പിറൻറ്റിൻ്റെ ഒരു സ്ട്രാറ്റജി നമുക്ക് ഒരിക്കലും സൂട്ട് ആവില്ല അല്ലേ. ഒരു ഫുൾ ടൈം ആസ്പിറൻ്റ് ആവുമ്പോൾ ദേ ആർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് ടൈം ദാൻ യേഴ്സ്. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു ഫുൾ ടൈം ആസ്പിറൻ്റ് അല്ല, നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണലാണ്, ഓൾറെഡി നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എങ്ങനെ സ്ട്രാറ്റജി നോക്കാം. ലെറ്റ്സ് സീ. ആസ് എ വർക്കിംഗ് പ്രൊഫഷണൽ യുവർ ലൈഫ് കംസ് വിത്ത് യുണീക്ക് ഒബ്ലിഗേഷൻസ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ലിമിറ്റഡ് സ്റ്റഡി ടൈമാണ്, പിന്നെ എന്താണ്, ഓഫീസ് വർക്ക് ലോഡ് ഉണ്ടാകും, ഡെഡ് ലൈൻസ് ഉണ്ട്, ഇൻഹെറൻറ്റ് മെൻ്റൽ ഫെറ്റീഗ് ഉണ്ടാകും, ലൈക്ക് വർക്ക് ചെയ്ത് നമുക്കറിയാം പ്രഷർ ഉണ്ടാകും, ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് വർക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഒരിക്കലും ഫുൾ ടൈം ആസ്പിറൻറ്റിൻ്റെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ടൈം ടേബിൾ ഒന്നും നമുക്ക് സ്യൂട്ട് ആവില്ല. സോ വി ഹാവ് ടു ബിൽഡ് അവർ ഓൺ ടൈം ടേബിൾ. കസ്റ്റമൈസ്ഡ് ആയിട്ടൊരു സ്ട്രാറ്റജി നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വർക്കും നിങ്ങളുടെ പ്രിപ്പറേഷനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ലെറ്റ്സ് സീ. അവർ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഉള്ളത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. നിങ്ങൾക്ക് ആസ് എ വർക്കിംഗ് പ്രൊഫഷണൽ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ പ്രഷറും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ബട്ട് നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. ഇറ്റ്സ് എ ബിഗ് അഡ്വാൻറ്റേജ് ആൻഡ് പാഷൻ ഡ്രിവൺ. സോ നിങ്ങൾക്കൊരു കാര്യം തീവ്രമായിട്ട് നിങ്ങളൊരു കാര്യം നേടണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊണ്ട് സാധിക്കും. നിങ്ങൾ വർക്കിംഗ് പ്രൊഫഷണൽ ആ സ്റ്റേജിലേക്ക് എത്താൻ നിങ്ങൾ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തായിരിക്കും നിങ്ങൾ ആ വർക്കിംഗ് പ്രൊഫഷണലായിട്ട് മാറിയത്. സോ ദിസ് വിൽ ബി ഈസി ഫോർ യു ആൻഡ് റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് എത്തിക്സ്, എസ്സേ, പിന്നെ എന്താണ് നമ്മുടെ ഇൻ്റർവ്യൂ, ഇതിലൊക്കെ നിങ്ങൾക്ക് ഡിസിഷൻ മേക്കിംഗ് വലിയ ബുദ്ധിമുട്ടാവില്ല. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ വർക്കിൽ നിങ്ങൾ ഒരുപാട് ഡിസിഷൻ എടുക്കുന്നവരാണ്. സോ ഇറ്റ് മൈറ്റ് ബി യൂസ്ഫുൾ ഫോർ യു. ഓക്കെ. ദെൻ പവർ ഓഫ് ലിമിറ്റഡ് റിസോഴ്സസ്. ലിമിറ്റഡ് റിസോഴ്സസിൻ്റെ പവറാണ്. അതായത് നിങ്ങൾക്ക് ലെസ് ടൈമാണ്, അത് നിങ്ങൾക്ക് ആക്ച്വലി ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒരുപാട് കാട് കയറി പഠിക്കാൻ നിങ്ങൾ നിൽക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ PYQs ഒക്കെ നോക്കിയിട്ട് അതിൽ റെലവൻറ്റ് ഏരിയാസൊക്കെ നോക്കി നല്ലപോലെ പഠിക്കാൻ പറ്റണം. അതായത് ഒരു ബുക്ക് തന്നെ 5 പ്രാവശ്യം വായിക്കുന്നതാണ് ഒരു 5 ബുക്ക് ഒരു പ്രാവശ്യം വായിക്കുന്നതിനേക്കാൾ നല്ലതെന്ന് പറയാൻ പറ്റും. സോ ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, ഹൈ ഈൽഡ് ടോപ്പിക്സ് നല്ലോണം പഠിക്കുക. എന്താണ് നിങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പ്രൈം സോഴ്സസിന് എന്ത് ചെയ്യുക, റെലവൻ്റ് ആയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ദെൻ റിപ്പീറ്റഡ് റിവിഷനും ഒരു എല്ലാം കാട് കയറി പഠിക്കുന്ന നിങ്ങൾക്ക് സമയമില്ല. അപ്പോൾ ആ സമയമില്ലാത്ത നിങ്ങൾക്ക് നല്ലൊരു അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളെല്ലാം ഇങ്ങനെ കാട് കയറി പഠിക്കാൻ നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് സമയം ഇല്ലാത്തത് ആക്ച്വലി നല്ലതാണ്. കാട് കയറി പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അവോയ്ഡ് ദി ടെംപ്റ്റേഷൻ ഓഫ് കളക്ടിങ് എൻഡ്ലെസ് ബുക്സ്. ഇതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങളത് ചെയ്യരുത്. ഇപ്പം ഞാൻ കാണാറുണ്ട് ആസ്പിറൻസിനകത്ത്, ഇപ്പോൾ എക്കണോമിക്സിനാണെങ്കിൽ ഒരു 5 ബുക്ക് കാണും, എന്നാൽ 5 എണ്ണത്തിൽ ഒരെണ്ണം പോലും നേരെ ചൊവ്വേ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ബുക്ക് 5 പ്രാവശ്യം വായിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്, ഒരു 5 ബുക്ക് ഒരു പ്രാവശ്യം വായിക്കുന്നതിനെക്കാട്ടി. എപ്പിസോഡിൽ കൊടുത്തിരിക്കുന്ന പോലെ
ക്രിട്ടിക്കൽ തിങ്കിങ്, സ്ട്രാറ്റജി കൊണ്ടുവരിക. സക്സസ്സിലേക്കുള്ള കീ അത് തന്നെയാണ്. ദെൻ ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച്, ഒരു വീക്കിൽ നമുക്കിപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽ ആയതുകൊണ്ട് മൺഡേ ടു സാറ്റർഡേ നിങ്ങൾക്ക് എന്തായാലും വർക്ക് കാണും. നിങ്ങൾ ഇനിയിപ്പോൾ പ്രൈവറ്റ് ഫേം ആണെങ്കിലും ശരി തന്നെ, ഒരു പബ്ലിക് ഫേം ആണെങ്കിലും ഗവൺമെന്റ് ഫേം ആണെങ്കിലും ശരി, നിങ്ങൾക്ക് മൺഡേ ടു സാറ്റർഡേ നിങ്ങൾക്ക് എന്തായാലും വർക്ക് കാണും. അപ്പം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് ഒരു 20 to 25 ക്വാളിറ്റി അവേഴ്സ് പെർ വീക്ക് ആക്കും. ക്വാളിറ്റി അവേഴ്സ്, യൂസ്ഫുൾ ഉള്ള ടൈം. ഒരാഴ്ചയിൽ നിങ്ങൾക്ക് ഒരു 20 തൊട്ട് 25 മണിക്കൂർ വരെ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടും. അതാണ് നിങ്ങളുടെ ഏറ്റവും മോസ്റ്റ് പ്രീഷ്യസ് ആയിട്ടുള്ള ടൈം. ആ ഒരു നിങ്ങൾ ടൈമാണ്, നിങ്ങൾ ഈ ഒരു വർക്കിംഗ് പ്രൊഫഷണൽസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ടൈമാണ്. ടൈം എങ്ങനെ നിങ്ങൾക്ക് സേവ് ചെയ്യാം, ഒരു സ്ട്രാറ്റജി എങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. സോ ടൈം ഈസ് ദ മോസ്റ്റ് പ്രീഷ്യസ് റിസോഴ്സ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കൊരു അപ്രോക്സിമേറ്റ്ലി ഒരു 20 മുതൽ 25 മണിക്കൂർ നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ കിട്ടും. അതെങ്ങനെ നമുക്ക് നോക്കാം. സി, മൺഡേ ടു ഫ്രൈഡേ നിങ്ങളൊരു 3 മണിക്കൂർ ഡെഡിക്കേറ്റ് ചെയ്യണം. മൺഡേ ടു ഫ്രൈഡേ, തിങ്കളാഴ്ച 2-3 മണിക്കൂർ, അങ്ങനെ ഫ്രൈഡേ വരെ ഒരു 3 മണിക്കൂർ. സാറ്റർഡേ സൺഡേ ഒരു 6 to 8 hours. ലൈക്ക് നിങ്ങൾക്ക് സൺഡേ അവധി ആയതുകൊണ്ട് സാറ്റർഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ലേറ്റ് നൈറ്റ് ഇരിക്കാം, കുഴപ്പമില്ല. അപ്പം ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു 20 മുതൽ 25 മണിക്കൂർ. അപ്പം 3 into 5 15 plus 8 എടുക്കാം. അപ്പോൾ ഒരു 23 അല്ലേ, 23-24 hours മാക്സിമം കിട്ടാം നമുക്ക് അല്ലേ. 25 അപ്രോക്സിമേറ്റ്ലി നമുക്ക് 3-4 മണിക്കൂർ പിരിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് സാറ്റർഡേ മൺഡേ നിങ്ങൾക്ക് ലേറ്റ് നൈറ്റ് ഇരിക്കാൻ പറ്റില്ല, ബിക്കോസ് ട്യൂസ്ഡേ ജോലിക്ക് പോകണം. അപ്പോൾ നിങ്ങൾ ശനിയാഴ്ചകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കാൻ നോക്കുക. അപ്പോൾ ഒരു 6 to 8 hours കിട്ടും. അപ്പോൾ ക്വാളിറ്റി ആയിട്ട് എന്താണ്, ക്വാളിറ്റി ആൻഡ് ഫോക്കസ് ഗ്രേറ്റർ ദാൻ ഇൻഫിനിറ്റ് ഫോക്കസ്ഡ് അവേഴ്സ്. ഇപ്പം നിങ്ങൾക്ക് 2 മണിക്കൂർ കിട്ടുന്നുണ്ടെങ്കിൽ മതി. ആ 2 മണിക്കൂർ എന്തായിരിക്കണം, പ്രൊഡക്റ്റീവ് ആയിരിക്കണം. ആ പഠിക്കുന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും, നിങ്ങളുടെ ബ്രെയിനിൽ എപ്പോഴും റീറ്റെയിൻ ആവണം. ആ രീതി നിങ്ങൾ പഠിക്കുക. ഓക്കെ, സോ ഇതൊരു റിയലിസ്റ്റിക് സ്റ്റഡി അവേഴ്സ് ഞാൻ കൊടുത്തിരിക്കുകയാണ്. യു ക്യാൻ യൂസ് ദിസ്. ദെൻ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഫെറ്റീഗ്. ഓഫീസ് അവേഴ്സ്, നിങ്ങളുടെ ഓഫീസ് വർക്ക് ഒരുപാട് നിങ്ങളുടെ എനർജി കൺസ്യൂം ചെയ്യും. ഇപ്പം 9 to 5 വർക്കിംഗ് അവർ ആണെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് ഒരുപാട് എന്താണ്, നിങ്ങൾ ഭയങ്കര ടയേർഡ് ആവും. ഇറ്റ്സ് ഫൈൻ, കറക്റ്റാണ്. ഫോക്കസും കോൺസെൻട്രേഷനും ഒക്കെ വേണ്ടി വരും. ലൈക്ക് ഇന്റേണൽ മോട്ടിവേഷൻസ് അത്യാവശ്യമായിരിക്കും. പക്ഷേ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ രാവിലെ പഠിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. രാവിലെ ഇപ്പം നിങ്ങൾക്ക് 9 to 5 ആണെങ്കിൽ നിങ്ങൾക്കൊരു ഇപ്പം ആഫ്റ്റർ 5 നിങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷമാണെങ്കിൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഓഫീസ് എന്തെങ്കിലും കുറച്ച് വർക്ക് ബാക്കി കാണും. പിന്നെ നിങ്ങളൊരു ചിലപ്പോൾ ഒരു 8 മണിക്കായിരിക്കും പഠിക്കാൻ ഇരിക്കുന്നത്. ബ്രേക്ക് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ചിലപ്പോൾ 8 to മാക്സിമം പോയി കഴിഞ്ഞാൽ 11 PM വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇരിക്കാൻ പറ്റത്തുള്ളൂ. ലൈക്ക് യു വിൽ ബി ടയേർഡ്. അതൊരു എന്താണ്, ഇറ്റ്സ് ഒബ്വിയസ് ആണ് അല്ലേ, നമ്മൾ ടയേർഡ് ആയി പോവും. സോ ദാറ്റ് എപ്പോഴും നല്ലത് മോർണിംഗ് സ്റ്റഡി കുറച്ചധികം ഇരിക്കാൻ പറ്റും. നിങ്ങളൊരു 5-നും 6-നും ഇടയ്ക്ക് എഴുന്നേൽക്കുക. ആ സമയം ആ ഒരു 2 hour ലൈക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു അൺഇൻറ്റർപ്റ്റഡ് ടൈം ആയിരിക്കും. ഒരു 5 മണിക്ക് എണീക്കുക ഡെയിലി. ഇന്ന് ഫ്രഷ് ആയിട്ട് ഒരു 5:15 മുതൽ നിങ്ങളൊരു 7:15 വരെ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുമോ നോക്കുക. 7:15 ഈ ഒരു AM ഈ ഒരു ടൈം, മോർണിംഗ് ടൈം നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ നല്ല ഫ്രഷ് ആയിരിക്കും. ആ സമയത്ത് പുതിയ പുതിയ ന്യൂ കൺസെപ്റ്റ്സ് പഠിക്കുക, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഓപ്ഷണൽ സബ്ജക്ട് പേപ്പർ നോക്കുക, ഇൻറ്റൻസീവ് നോട്ട് മേക്കിംഗ് ചെയ്യുക രാവിലെ. വൈകുന്നേരം നിങ്ങൾ രാവിലെ പഠിച്ച സാധനങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യാൻ നോക്കുക. വീഡിയോ ലെക്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് കാണുക. ദെൻ ആൻസർ റൈറ്റിങ്ങിന് നല്ലതാണ്, ബട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. രാവിലെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാൻ്റെ കൂടെ വീഡിയോ ലെക്ചേഴ്സും കൂടെ കാണുക, ആൻസർ റൈറ്റിംഗ് കൂടെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി രാവിലെ ഒരു 2 മണിക്കൂർ കിട്ടും പഠിക്കാൻ, 2 hours അല്ലേ. വൈകുന്നേരം രാത്രി നിങ്ങൾക്കൊരു 3 hours കൂടെ കിട്ടിയാൽ ശരിക്കും പറഞ്ഞാൽ ഡെയിലി ഒരു 5 hours എങ്കിലും കിട്ടും. ഇഫ് യു ആർ എ സീരിയസ് ആസ്പിറൻറ്റ്, ഓൾസോ എ വർക്കിംഗ് പ്രൊഫഷണൽ, ഇതും വളരെ നല്ലതാണ്. ടോട്ടൽ ഒരു 5 hours നമ്മുടെ കയ്യിൽ നിൽക്കും. ദെൻ വർക്കിംഗ് പ്രൊഫഷണൽ സ്റ്റഡീസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോർണിംഗ് നിങ്ങൾ രാവിലെ എന്ത് ചെയ്യുക, ന്യൂസ് പേപ്പറൊക്കെ വായിക്കുക. ഭയങ്കര
വളരെ അത്യാവശ്യമുള്ള ലൈക്ക് മറന്നു പോകാൻ ചാൻസ് ഉള്ള കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ പഠിക്കുക. പിന്നെ ഓഫീസ് അവേഴ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ ചെറിയ ഫ്ലാഷ് കാർഡ് ഒക്കെ ഉപയോഗിക്കാം. പിന്നെ എന്താണ്, ഫോണിൽ തന്നെ എഡിറ്റോറിയൽസ് വായിക്കാം. കുഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ബിറ്റ്സ് ആയിട്ട് കയ്യിൽ വച്ചിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് വായിക്കാനൊക്കെ നല്ലതൊക്കെ മീൻസ് നിങ്ങൾക്ക് ഹാൻഡി ആയിട്ട് എന്തെങ്കിലും കീപ്പ് ചെയ്യാം, ഫോണോ അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റിക്കി നോട്ട്സിലോ. നിങ്ങളുടെ ഓഫീസ് ടേബിളില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്യാബിൻ ഉണ്ടെങ്കിൽ സൈഡിൽ ഒരു സ്റ്റിക്കി നോട്ടൊക്കെ ഒട്ടിച്ച് വെക്കും, പെയിന്റ് ഒന്നും പോകത്തില്ല, നല്ലതാണ്. ആൻഡ് ഈവനിങ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ രാവിലെ പഠിച്ച സാധനങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യുക, MCQ ചെയ്യുക, ആൻസർ റൈറ്റിംഗ് ഫോക്കസ് ചെയ്യുക, ദെൻ ഈ വിധാനം എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ഇത് ഒരു പ്രൊഫഷണൽസിൻ്റെ സ്റ്റഡീസ് സൈക്കിളാണ്. യു കൻ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. മോർണിംഗ് ബ്ലോക്ക്, ഓഫീസ് അവേഴ്സ്, ഈവനിങ് ബ്ലോക്ക് ആൻഡ് കോർ ലൂപ്പ്. ആൻഡ് യൂസ് ഫ്രാഗ്മെന്റഡ് ടൈം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് മൈക്രോ വിൻഡോസ് ഈൽഡ് മാക്രോ റിസൾട്ട്സ്. കാരണം പെർഫെക്റ്റ് ആയിട്ടൊരു സമയം നോക്കിയിരിക്കേണ്ട. ഞാൻ ഈ സമയം ഞാൻ പഠിക്കത്തുള്ളൂ, പിന്നെ ഞാൻ നോക്കത്തില്ല, എൻ്റെ തലയെ കയറത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളൊരു സീരിയസ് ആസ്പിറന്റ്, നിങ്ങൾക്ക് ഒരു വലിയ അംബീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയവും പഠിക്കാൻ പറ്റും. ട്രാവലിങ്ങിന് പഠിക്കാം, ഫുഡ് കഴിക്കുമ്പോൾ പഠിക്കാം, സോ എപ്പോഴും പഠിക്കാൻ പറ്റും. ഒരു ക്യാബ് ട്രാവൽ ടൈം പഠിക്കാം, ഇൻ ബിറ്റ്വീൻ മീറ്റിംഗ് ബഫർ പീരീഡ് ലൈക്ക് ലഞ്ച് ബ്രേക്കിന് പഠിക്കാം, ബ്രേക്സിന് പഠിക്കാം. ലൈക്ക് മിക്ക വർക്കിംഗ് പ്രൊഫഷണൽസ് എന്ത് ചെയ്യും, ലഞ്ച് കഴിക്കുമ്പോൾ ന്യൂസ് വായിക്കുകയോ അല്ലെങ്കിൽ വീഡിയോസ് കാണുകയോ ചെയ്യും, വീഡിയോ ലെക്ചർ കാണുകയൊക്കെ ചെയ്യും. സോ 10 minutes saved 5 times 15 minutes of a bonus studied daily. ഇപ്പോൾ മൊബൈലായിട്ട് നമുക്ക് കറണ്ട് അഫെയർസ് അല്ലെങ്കിൽ ഓഡിയോ പോഡ്കാസ്റ്റ് കേൾക്കാം, PDF നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോണിൽ തന്നെ വായിക്കാം, വീഡിയോ ലെക്ചേഴ്സ് നിങ്ങൾക്ക് 1.5x 2x ഇട്ട് കേൾക്കാം. സോ നിങ്ങൾക്ക് കിട്ടുന്ന ബ്രേക്ക് ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം നല്ലതുപോലെ. ദെൻ യുവർ റിസോഴ്സ് സ്ട്രാറ്റജി, ദാറ്റ് ഫസ്റ്റ് തിങ് ഈസ് അവോയ്ഡ് അറ്റ് ഓൾ കോസ്റ്റ്. കാരണം ഒരുപാട് ബുക്സ് ഒരു സിംഗിൾ ടോപ്പിക്കിന് വേണ്ടി ദയവ് ചെയ്ത് ആരും വാങ്ങിക്കരുത്. അതിൻ്റെ വളരെ വേസ്റ്റ് ഓഫ് മണി ആൻഡ് വേസ്റ്റ് ഓഫ് ടൈമാണ്. പിന്നെ എന്താണ്, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കമ്പാരിഷൻ്റെ പിറകെ ഉള്ളൊരു ഓട്ടം, അത് നമുക്ക് വേണ്ട. പിന്നെ സോഴ്സസ് ഇങ്ങനെ മാറ്റിക്കൊടും. ഇതിപ്പോൾ നിങ്ങൾ പൊളിറ്റിക്കൽ ലക്ഷ്മികാന്ത് പഠിക്കും, ഉടനെ അടുത്ത ബുള്ളറ്റിന് വേറെ ബുക്കിൻ്റെ പിറകെ ഓടും. അതിൻ്റെ ഒന്നും ആവശ്യം. ദിസ് ആക്ച്വലി ഈസ് വേസ്റ്റിംഗ് യുവർ എനർജി, ടൈം ആൻഡ് മണി. നോ യൂസ് അറ്റ് ഓൾ. ആൻഡ് ഒരുപാട് ഇൻഫോർമേഷൻ ഓവർലോഡ് ആയി കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം തന്നെ എന്താണ്, നിങ്ങൾ പഠിക്കുന്നില്ല, ഒന്നും ഓർമ്മയിരിക്കില്ല എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. സോ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടത് 1 സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് പെർ സബ്ജക്ട്. ദിസ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഒരു സബ്ജക്റ്റിന് ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക, അത് മൾട്ടിപ്പിൾ ടൈംസ് വായിക്കുക. പിന്നെന്താണ്, PYQs വളരെ നിങ്ങൾക്ക് മറന്നു പോകാൻ ചാൻസ് ഉള്ളത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ഫിൽട്ടർ ചെയ്യുക, ക്രിസ്പ് ആയിട്ടുള്ള പേഴ്സണൽ മൈക്രോ നോട്ട്സ് ഉണ്ടാക്കുക, ദെൻ റിപ്പീറ്റഡ് റിവിഷൻ. ഇതാണ് എൻ്റെ കുട്ടികളെ ഏറ്റവും വലിയ കാര്യം. റിപ്പീറ്റഡ് റിവിഷൻ. ദെൻ യൂസ് ടെക്നോളജി വൈസ്ലി. ഇപ്പം എന്താണ്, AI ടെക്നോളജി ആണല്ലേ, AI പ്ലസ് ഇന്റർനെറ്റ് ഈസ് ഈക്വൽ ടു മാസീവ് ടൈം സേവേഴ്സ് ആണ് ഇപ്പോൾ. ദിസ് ഈസ് AI എറ. ജെമിനായി, ChatGPT, ക്ലൗഡ്, പെർപ്ലക്സിറ്റി, അങ്ങനെ ഒരുപാടില്ലേ ഇപ്പോൾ നമുക്ക്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫൈ ഉണ്ടെങ്കിൽ ജസ്റ്റ് AI ചോദിക്കുക, അത് സിംപ്ലിഫൈ ചെയ്യുക, അതിൻ്റെ ടോപ്പിക്സ് ആയിട്ട് ലിങ്ക് ചെയ്ത് എന്ത് ചെയ്യുക, കറണ്ട് ഇവൻറ്റ്സ് പഠിക്കുക. സോ യൂസ് ടെക്നോളജി വെരി വെരി വൈസ്. ആക്ച്വലി യുവർ ടൈം സേവർ ആണ് അല്ലേ. ഒരു ഫാക്കൽറ്റീസിൻ്റെ അടുത്തോ ഒരു മെന്ററിൻ്റെ അടുത്തോ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ AI പെട്ടെന്ന് ആൻസർ ചെയ്ത് തരും. ദെൻ ആൻസർ റൈറ്റിംഗ് സ്ട്രാറ്റജി, ദ സ്റ്റാർട്ട് സ്മോൾ മൈക്രോ ഫ്രെയിംവർക്ക്. ഹിയർ ഒരു വലിയ ട്രാപ്പാണ്. എന്താ, നമ്മളൊരു 5-6 കോംപ്ലക്സ് ആൻസേഴ്സ് ഡെയിലി എടുക്കാൻ നോക്കുക. ലൈക്ക് നിങ്ങളൊരു സീരിയസ് ആസ്പിറൻ്റ് ആണ്, ബട്ട് നിങ്ങൾ വർക്കിംഗ് പ്രൊഫഷണൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 5-6 ആൻസേഴ്സ് നിങ്ങൾക്ക് കോംപ്ലക്സ് ഉള്ള ആൻസേഴ്സ് എഴുതാൻ നോക്കും, പറ്റില്ല, പഠിച്ചിട്ടില്ല, ആകെ നമ്മൾ എന്താ ഡൗൺ ആവും, നമ്മൾ ഡീമോട്ടിവേറ്റ് ആവും. അതിന് പറഞ്ഞ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ടൈം കുറച്ചേ ഉള്ളൂ. ആ ടൈം എന്ത് ചെയ്യാം, മാക്സിമം നല്ലൊരു യൂസ് ചെയ്യുന്നൊക്കെ എന്താ, ജസ്റ്റ് മോർണിംഗിൽ എന്ത് ചെയ്യുക, GSും ഓപ്ഷണലോണം പഠിക്കുക. എന്നിട്ട് ഈവനിങ് ആവുമ്പോൾ ടൈം സെറ്റ് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞുതരാം, 10 മാർക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 10 മാർക്സിനാണെങ്കിൽ സെറ്റ് ടൈം ഫോർ 7 minutes. ഓക്കെ,
Then it is a 15 marks ആണെങ്കിൽ set time for 9 minutes. അത് നിങ്ങൾ 7 മിനിറ്റിൽ എഴുതുമെങ്കിൽ വളരെ നല്ലത്. അങ്ങനെ ടൈം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ എഴുതുക. രാവിലെ പഠിക്കുന്ന സാധനങ്ങൾ, പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും രാത്രി നിങ്ങൾ വൈകുന്നേരം നിങ്ങൾ എന്ത് ചെയ്യുക, അതൊരു ആൻസർ റൈറ്റിംഗ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇറ്റ് വിൽ ബി വെരി ഗുഡ് ഫോർ യു. ദെൻ ഫ്ലെക്സിബിൾ പ്ലാനിങ്. ഈ റിജിഡ് പ്ലാൻസ് നിങ്ങൾ വയ്ക്കരുത്. വീക്ക്ലി ടാർഗറ്റ് വയ്ക്കുക. എന്താണ്, സാറ്റർഡേ സൺഡേ നിങ്ങൾ മാക്സിമം ആയിട്ട് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ദെൻ മെൻറ്റർഷിപ്പ് നിങ്ങൾ എടുക്കുക. ബിക്കോസ് നിങ്ങൾ വർക്കിംഗ് പ്രൊഫഷണൽ ആയതുകൊണ്ട് മെൻറ്റർഷിപ്പ് മാൻഡറ്റോറി ആണ്. സോ ഒരു അൺഗൈഡഡ് ഫിഗർ വേണ്ട. നമുക്ക് മെൻറ്റർ വരുമ്പോഴത്തേക്കും മെൻറ്റർ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങളുടെ പ്രശ്നം, സോ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. സോ മെൻറ്റർഷിപ്പ് നിങ്ങൾ എടുക്കണം. നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുന്നത് ഫൈൻ, പക്ഷെ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ ഒരാൾ ഉള്ളപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ സ്റ്റഡീസും വളരെ വളരെ ഈസി ആകും. ഓക്കെ, ഫോക്കസ്ഡ് ആകും. നിങ്ങൾക്ക് ഡൗട്ട് പെട്ടെന്ന് ക്ലിയർ ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്നതായിരിക്കും. ദെൻ മാസ്റ്റർ പ്ലാൻ 2 ക്ലിയർ ഫേസസ് ആണ്. ഫേസ് 1 ഈസ് ജൂലൈ ടു നവംബർ, മെയിൻസ് ഫസ്റ്റ് സ്ട്രാറ്റജി. ഫേസ് 2 ഡിസംബർ ടു മെയ്, പ്രിലിംസ് എക്സ്ക്ലൂസീവ് ഫോക്കസ്. നമുക്ക് ഈ 2 ഫേസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫേസ് 1 മെയിൻസ് ഫസ്റ്റ് സ്ട്രാറ്റജി. അപ്പോൾ ബിറ്റ്വീൻ പ്രിലിംസ് മെയിൻസ് നിങ്ങൾക്ക് ഒരു 90 days സമയമുണ്ട്. അപ്പം നമുക്ക് ആ സമയത്ത് എല്ലാം കൂടെ പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നേരത്തെ എന്ത് ചെയ്യുക, ആ ഒരു ഫോക്കസ് എടുക്കുക അല്ലേ. നവംബർ വരെ ഫോക്കസ് എടുക്കുക. കോർ GS സിലബസ് ഒക്കെ പഠിക്കണം. ഓപ്ഷണൽ കവർ ഞാൻ ഓൾറെഡി നിങ്ങളുടെ ജൂലൈ ടു നവംബർ എങ്ങനെ പഠിക്കണം എന്നൊരു സെഷൻ ഞാൻ തന്നിട്ടുണ്ട് യൂട്യൂബിൽ. അത് കണ്ടിട്ടില്ലാത്തവർ ഇത് കാണുക, അവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ആ സെയിം കാര്യം തന്നെ ഇവിടെ വർക്കിംഗ് പ്രൊഫഷണൽസ് വരും, കുറച്ച് വ്യത്യാസം വരുന്നുണ്ടോ, ബിക്കോസ് ടൈമും കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. ആൻഡ് ഈസി സ്ട്രക്ചർ ആൻഡ് ബേസിക് ആൻസറിങ് സ്റ്റൈലാണ്. സോ പ്രിപ്പയർ മെയിൻസ് തറോലി ആൻഡ് പിന്നീട് മതി നമുക്ക് പ്രിലിംസിനെ കുറിച്ചുള്ള പേടി. മെയിൻസ് നല്ലോണം പഠിക്കുക. ജസ്റ്റ് തിങ്ക് ദാറ്റ് യു ഹാവ് ക്ലിയർഡ് പ്രിലിംസ് ആൻഡ് നെക്സ്റ്റ് ഈസ് മെയിൻസ്, അങ്ങനെ പറഞ്ഞു പഠിക്കുക. നിങ്ങൾ പ്രിലിംസ് പഠിച്ചു പാസ്സായി, ഇനി മെയിൻസ് ആണ്, ആ ഒരു തോട്ട് നിങ്ങൾ പഠിക്കുക. ദെൻ വൈ മെയിൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. 1750 മാർക്കല്ലേ, കളയാൻ പറ്റുമോ? ഇതാണല്ലോ നിങ്ങളുടെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്നത്. പ്രിലിംസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ക്വാളിഫയിങ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഫൈനൽ ആൻസർ ഈസ് ഓൾവേസ് ഫൈൻ. നിങ്ങളുടെ ലിസ്റ്റിൽ നിങ്ങളുടെ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഇപ്പോൾ നല്ല 5ാമത് റാങ്കിനകത്ത് ഒരാൾ വരണം. ഇപ്പം അഞ്ജലി എന്ന് പറയുന്ന ഒരാൾ വരണമെങ്കിൽ, അല്ലെങ്കിൽ 6ാമത്തെ റാങ്കിൽ ഗോപിക എന്ന് പറഞ്ഞ ഒരാൾ വരണമെങ്കിൽ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വേണ്ട, 7ാമത്തെ ഒരാൾ അഭിജിത്ത് എന്ന് പറഞ്ഞ ഒരാൾ വരണമെങ്കിൽ, ഇതിൽ കാണുന്ന അഭിജിത്തും ഗോപികയും അഞ്ജലിയൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, എല്ലാവരും വരട്ടെ. നിങ്ങൾ റാങ്ക് ഇങ്ങനെ വരണമെങ്കിൽ എന്ത് വേണം, മെയിൻസിന് മാർക്ക് വേണം. സോ മെയിൻസ് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. മെയിൻസ് നല്ല പോലെ പ്രിപ്പയർ ചെയ്യുക ആദ്യമേ. ദെൻ മൂവ് ടു പ്രിലിംസ്. ദെൻ മെയിൻസ് വീക്ക്ലി പ്ലാൻ ഡെയിലി 2 to 3 hour ആണ്. ഒരു GS ടോപ്പിക്ക് പഠിക്കുക, ഒരു മെറ്റീരിയൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, മൈക്രോ നോട്ട്സ് ഉണ്ടാക്കുക, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. സിലബസ് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുക. യുവർ ടൈം ലൈൻ ഷുഡ് ബി എന്താണ്, ഒരു സ്റ്റാൻഡേർഡ് GS സബ്ജക്റ്റ് ചെയ്യുക. ഒരു 30-35 days കൊണ്ട് എന്താ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാ ടാർഗറ്റും നിങ്ങൾ വെക്കുക. ദെൻ വീക്കെൻഡ് ആണ്. സാറ്റർഡേ നിങ്ങൾ ലേറ്റ് നൈറ്റ് ഒക്കെ ഇരുന്ന് പഠിച്ചോ, കുഴപ്പമില്ല, സൺഡേ വകയില്ലേ. ദെൻ സാറ്റർഡേ സൺഡേ ഓപ്ഷൻ സബ്ജക്റ്റിന് കൂടുതൽ കൊടുക്കുക. 500 മാർക്കാണ് ഓപ്ഷൻ സബ്ജക്റ്റിന് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലും സാറ്റർഡേ സൺഡേ ഓപ്ഷനിൽ ഫോക്കസ് ചെയ്യുക. ദെൻ ലേറ്റ് നവംബർ ഒക്കെ ആകുമ്പോൾ, നവംബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യാം, ഓപ്ഷണലിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇരുന്നൊരു ആൻസർ റൈറ്റിങ്ങും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പ്രാക്ടീസ് ചെയ്ത് തീർക്കുക. ദെൻ ഫേസ് 2 ഈസ് ഡിസംബർ ടു പ്രിലിംസ്. ദാറ്റ് ഈസ് മെയ് വരെ ആയിരിക്കും. മോസ്റ്റ് പ്രോബബിളി പ്രിലിംസ് വിൽ ബി ഓൺ മെയ് ആയിരിക്കും. സോ നമുക്കത് ഫോക്കസ് ചെയ്യേണ്ടിയിട്ട് വരും. മൺഡേ ടു ഫ്രൈഡേ സ്റ്റാറ്റിക് ഫോക്കസ് ചെയ്യുക, കംപ്ലീറ്റ് കോർ GS, പ്രാക്ടീസ് 20 to 30 മോക്സ് ഡെയിലി, ഫോക്കസ്ഡ് സ്റ്റാറ്റിക് സിലബസ് ആൻഡ് റിവിഷൻസ്. ദെൻ സാറ്റർഡേ സൺഡേ എന്ത് ചെയ്യുക, CSAT പഠിക്കുക, കറണ്ട് അഫയേഴ്സ് റിവ്യൂ ചെയ്യുക, റിയൽ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. ഡിസംബർ ടു പ്രിലിംസ്. മോസ്റ്റ് പ്രോബബിളി പ്രിലിംസ് മെയ്യിലാണ് വരുന്നത്. ഇപ്പോഴത്തെ പ്രിലിംസ് എപ്പോഴാണ് വരുന്നത്, മെയ് 23rd. ഓൾമോസ്റ്റ് എത്ര മാസമുണ്ട്, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, 9 months. മെയ് എടുക്കാം അല്ലേ, 10 months, 9-10 months. Then prelims priorities,
കറണ്ട് അഫയേഴ്സ് പഠിക്കുക. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കൂടിക്കൂടി വരുന്ന സമയമാണ്, അതുകൊണ്ട് മെമ്മറൈസ് ചെയ്യാൻ നിൽക്കാണ്ട് കണ്ട് നല്ല രീതിയിൽ പഠിക്കുക. ദെൻ സിസാറ്റ് നമ്മൾ ഇനിയിപ്പം GS1 എത്ര മാർക്ക് 200 മേടിച്ചാലും സിസാറ്റ് ക്വാളിഫൈ ആയില്ലെങ്കിൽ നമുക്ക് എന്താണ് പ്രിലിംസ് കിട്ടുമോ? കിട്ടില്ല. സോ അത് നല്ലോണം ഫോക്കസ് ചെയ്യാം. ദെൻ കംപ്ലീറ്റ് സ്റ്റഡി മെത്തേഡ്. സ്റ്റെപ്പ് 1 ബ്രെയിൻ സ്റ്റോം ചെയ്യുക. സ്റ്റെപ്പ് 2 ലേൺ. സ്റ്റെപ്പ് 3 മേക്ക് നോട്ട്സ്. സ്റ്റെപ്പ് 4 റിവൈസ് ആൻഡ് റൈറ്റ്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടോപ്പിക് നമ്മുടെ കംപ്ലീറ്റ് ടോപ്പിക് എടുക്കുക, അതിനെ നല്ലോണം പഠിക്കുക, ബ്രെയിൻ സ്റ്റോം ചെയ്യുക. ഇങ്ങനെ വരുന്നു, ഒരു 360 ഡിഗ്രി ആംഗിൾ എങ്ങനെ, എന്തുകൊണ്ട്, എല്ലാം എന്ന് നോക്കുക, അത് പഠിക്കുക, ലേൺ ചെയ്യുക, നോട്ട് ഉണ്ടാക്കുക, ദെൻ റിപ്പീറ്റ്, റിവൈസ് ആൻഡ് ദെൻ റൈറ്റ്. ദെൻ തിങ്ക് ബിഫോർ യു ലേൺ. അതായത് ഒരു കൾട്ടിവേറ്റ് ആക്റ്റീവ് റീകോൾ ഹാബിറ്റ്സ്. നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ കോസസ് എന്താണെന്ന് പഠിക്കുക, ഇഫക്ട്സ് പഠിക്കുക, ചലഞ്ചസ് പഠിക്കുക, സൊല്യൂഷൻ പഠിക്കുക. ഇതൊരു 15 മാർക്കിൻ്റെ ആൻസറായി മെയിൻസിന്. അപ്പോൾ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ ജസ്റ്റ് പോസ് ആൻഡ് ആസ്ക് യുവർസെൽഫ് ദ 4 വൈ, കോസസ്, ഇഫക്റ്റ്, ചലഞ്ചസ് ആൻഡ് സൊല്യൂഷൻസ്. ഇങ്ങനെ പഠിക്കണം. ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 14 എടുക്കുക. അത് 14 എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്, അത് എന്തൊക്കെയാണ് ചലഞ്ചസ് വരിക, അത് എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. സോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കുക. ആൻഡ് അപ്ലൈഡ് എക്സാമ്പിൾ ലൈക്ക് വൈ ഡസ് അൺഎംപ്ലോയ്മെന്റ് പെർസിസ്റ്റ്, വാട്ട് ഡസ് ഇറ്റ് റിസൾട്ട് ഇൻ. ഇതെല്ലാം എന്താണ്, ഇതൊരു നിങ്ങൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കി. ഒരു പുസ്തകം കിട്ടണമെന്നില്ല, ബട്ട് തിങ്ക്. നമ്മുടെ ബ്രെയിൻ നല്ലപോലെ വർക്കാവണം. And how to make effective notes. So we need core essentials like mapping ചെയ്യുക, primary data points ഉണ്ടാക്കുക, diagrams ഉണ്ടാക്കുക, value addition, supreme court judgments, government schemes കൊടുക്കുക. ഓവർ ഡ്രാഫ്റ്റിംഗ് വേണ്ട. ഒരുപാട് ലോങ് പാരഗ്രാഫ് എഴുതി നമുക്ക് എന്താണ് ഒരു വലിയ ജസ്റ്റ് ബ്രീഫായിട്ട് ചിലപ്പോൾ ഒരു ബുള്ളറ്റ് പോയിന്റ് ഇട്ടിട്ട് ഒരു കാര്യം എഴുതുക, അങ്ങനെ എഴുതി പഠിക്കുക. ചുമ്മാ ലോങ് പാരഗ്രാഫ് നിങ്ങളിത് വായിക്കില്ല. സോ അങ്ങനെ ക്രിസ്പായിട്ട് എഴുതാൻ പഠിക്കാതെ നിങ്ങൾ നിങ്ങളുടെ തന്നെ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ വളരെ ക്രിസ്പ് ആൻഡ് ബുള്ളറ്റ് പോയിന്റ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വായിക്കും, ഇല്ലെങ്കിൽ വായിക്കില്ല. സോ ദ കംപ്ലീറ്റ് UPSC ടോപ്പിക് മാപ്പിംഗ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ദറ്റ് ഈസ് സ്റ്റാറ്റിക് പോർഷൻ, കറണ്ട് അഫയേഴ്സ്, ഡേറ്റ ആൻഡ് ഡയഗ്രാംസ്, PYQ, ഓറിയന്റേഷൻ. ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ UPSC മാപ്പിംഗ് ചെയ്യേണ്ടത് പ്രാക്ടിക്കൽ പ്രൊഫഷണൽസ്. കാരണം നിങ്ങൾക്ക് ടൈമിൻ്റെ ഒരു പ്രശ്നമുണ്ട്, നമ്മളിങ്ങനെ ഷോർട്ട് കട്ട് നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക. സോ സ്റ്റാറ്റിക് പോർഷൻ പഠിക്കുക, കറണ്ട് അഫയേഴ്സ്, ഡേറ്റ ഡയഗ്രാംസ് ആൻഡ് PYQ, ഓറിയന്റേഷൻ. ദെൻ ഒരു ഇനിഷ്യൽ സ്ലോ പേസ് ഉണ്ടാകും, ബട്ട് പിന്നെ എന്താണ് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, പയ്യെ തുടങ്ങുക. പിന്നെ എന്താണ് അങ്ങ് ഗിയർ മാറ്റി ആക്സിലറേഷൻ കൊടുത്തങ്ങ് വിടുക, ദെൻ ശരിയായിക്കോളും ഉറപ്പായിട്ടും. സിസ്റ്റമാറ്റിക് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും. ഹൈ യീൽഡ് നോട്ട്സ് ഉണ്ടാക്കുക. സോ സ്പീഡല്ല, ഒരു കൺസിസ്റ്റന്റ്, ഡിസിപ്ലിൻഡ് ആൻഡ് കൺസിസ്റ്റന്റ് ആയിട്ട് പോയാൽ മതി. ഒരു പേസ് പിടിച്ചങ്ങ് പോവാ, ശരിയായിക്കോളും. സോ ഓർഡർ ഓഫ് GS പ്രിപ്പറേഷൻ. GS പേപ്പർ 3 ആദ്യം കൊടുക്കാൻ നോക്കുക, ബിക്കോസ് അത് കുറച്ചൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായ ഒരു ഏരിയ ആണ്. 10, 2, 4 and 1 ഇങ്ങനെ നിങ്ങളൊന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ GS-ന്. നിങ്ങൾ ഓരോരുത്തരുടെ കാലിബർ അനുസരിച്ചാണ്, ബട്ട് ഇങ്ങനെയാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് നോക്കുക. ആൻഡ് ഹൗ ടു സ്റ്റാർട്ട് എ ന്യൂ GS സബ്ജക്ട്, ലൈക്ക് സിലബസിലെ കീവേഡ്സ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ടോപ്പിക്സ് നോക്കുക. ഫോർ എക്സാമ്പിൾ ഇൻക്ലൂസീവ് ഗ്രോത്ത്, MSP, APMC, അഗ്രികൾച്ചർ വരുന്നതാണ്, നക്സലിസം, സെക്യൂരിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങൾ കീവേഡ്സ് ഉണ്ട്. സിലബസിൽ തന്നെ ടോപ്പിക്സ് പറഞ്ഞത് കീവേഡ്സ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ നോക്കുക. Then weekly learning, practice 5 to 6 course statics topics പഠിക്കുക, പ്രാക്ടീസ്, റിവ്യൂ, ഗൈഡൻസ്. ഇത്രയും മതി, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റിയിരിക്കും. നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ മതി കേട്ടോ. ദെൻ വർക്കിംഗ് പ്രൊഫഷണൽസിന്റെ സക്സസ് ഫോർമുല ഇതാണ്. സക്സസ് ഈസ് ഈക്വൽ ടു ലിമിറ്റഡ് ടൈം ഇൻറ്റു ക്ലിയർ പ്രയോറിറ്റീസ് ഡിവൈഡഡ് ബൈ ലിമിറ്റഡ് സോഴ്സസ് ഇൻറ്റു റിവിഷൻ പ്ലസ് പ്രാക്ടീസ് ദ ഹോൾ റീസ് ടു ഡിസിപ്ലിൻ. എങ്ങനെയുണ്ട്? നല്ല കിടിലൻ ഫോർമുല അല്ലേ? സോ ദിസ് വിൽ ബി യുവർ സക്സസ് ഫോർമുല. വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ടെങ്കിൽ അവരുടെ സക്സസ് ഫോർമുല ഇതാണ്.
limited time into clear priorities by limited sources into revision plus practice, the whole trace to discipline. ഇതെല്ലാം ഇത് സക്സസ് മന്ത്ര, ഇതാണ് നിങ്ങൾ സക്സസ് ഫോർമുല. ഫോളോ ചെയ്യാം. സോ നിങ്ങൾക്ക് ഒരുപാട് ടൈം വേണമെന്നില്ല, നിങ്ങൾ ആ ടൈമിന് എന്ത് ചെയ്യുക, നല്ലപോലെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അയ്യോ ഞാനൊരു സീരിയസ് ഫുൾ ടൈം ആസ്പിറൻ്റ് അല്ലല്ലോ, ഞാനൊരു വർക്കിംഗ് പ്രൊഫഷണൽ അല്ലേ, ഹൗ ക്യാൻ ഐ ഗെറ്റ് ഇൻ ടു ദ സർവീസ്? യു ഡെഫിനറ്റ്ലി യു ക്യാൻ മേക്ക് യൂസ് ടൈം ഇഫക്റ്റീവ്ലി, എഫിഷ്യൻ്റ്ലി ആൻഡ് വൈസ്ലി. ഡെഫിനറ്റ്ലി ക്വാളിറ്റി ആണ് വേണ്ടത്. റിസോഴ്സ് പ്രൂണിങ് ആൻഡ് മെയിൻസ് ആൻഡ് മോർണിംഗ്. ഞാൻ പറഞ്ഞതുപോലെ സ്ട്രാറ്റജി അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ഡെഫിനറ്റ്ലി യുവർ ജോബ് ഈസ് നോട്ട് എ ബാരിയർ, ഇറ്റ് ഈസ് യുവർ യുണീക് സ്ട്രാറ്റജി സ്ട്രെങ്ത്. വർക്ക് റിപ്പീറ്റ്, ലൈക്ക് വർക്ക് പ്രിപ്പയർ റിപ്പീറ്റ്. സോ നിങ്ങൾ ഒരു വർക്കിംഗ് പ്രൊഫഷണലാണ് എന്ന ഒരു ഇത് നിങ്ങൾക്ക് വേണ്ട. ഡെഫിനറ്റ്ലി നിങ്ങൾ സർവീസിൽ കയറിയിരിക്കും ഇഫ് യു ഹാവ് എ ക്ലിയർ വിഷൻ ആൻഡ് ക്ലിയർ സ്ട്രാറ്റജി ആൻഡ് ദ സക്സസ് വിൽ ബി ഓൾ യേഴ്സ്. ഓക്കെ, നമ്മുടെ സെയിൽസ് 360യുടെ PCM ബാച്ച് ഉണ്ട്. അതിൽ വർക്കിംഗ് പ്രൊഫഷണൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ് ഉണ്ടാകും. മെറ്റീരിയൽസ് എല്ലാം ഒരു കുടക്കീഴിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ എന്തായാലും എല്ലാവരും PCM ബാച്ചിൽ പറ്റുന്നത് പോലെ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക, എസ്പെഷ്യലി ഫോർ വർക്കിംഗ് പ്രൊഫഷണൽസ്. സോ don't worry, everything will be fine at the end. If not, that is not the end. Be happy, be positive, and success will always be yours. Thank you and see you in the next session. Bye.